അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തന്നെ പരിഗണിച്ചാലേ നമ്മളിതുവരെ അറക്കപ്പൊടിയല്ല ചെയ്തോണ്ടിരുന്നത്. ചെറിയൊരു മാറ്റം. ഇതാ നമ്മുടെ പെല്ലറ്റ് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ പെല്ലറ്റ് വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ അറക്കപ്പൊടി എടുത്തപ്പോ നല്ല അറക്കപ്പൊടി ഇപ്പൊ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇപ്പൊ പല പുതിയ മില്ലുകളും അവരുടെ വാളിന് മറ്റേ ഓയില് തൂക്കുന്നുണ്ട്. ഓയില് ഒഴിക്കണം വെള്ളത്തിന്. പണ്ടൊക്കെ വെള്ളമാണ് ഒഴിച്ചോണ്ടിരുന്നത് വാള് ചൂടാണ് അങ്ങനത്തെ ആയിരുന്നു. അപ്പൊ ഇതിപ്പോ അത് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂണ് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് നമ്മള് ഒന്ന് പെല്ലറ്റ് ചെയ്ത് നോക്കാം. നമുക്കെല്ലാം നോക്കണ്ടേ? അപ്പൊ എങ്ങനെയാണ് ഒരു ചാക്ക് പെല്ലറ്റ് എടുത്തിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം കാണിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ പെല്ലറ്റിന്റെ. ഇതാ അകത്തൊരു പ്ലാസ്റ്റിക്കിന്റെ കോട്ടുണ്ട്. നല്ല കളറുള്ള പെല്ലറ്റ്, കറുത്ത പെല്ലറ്റ് അല്ല. അപ്പൊ ഇതിന് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് തൂക്കി വെക്കണം 1 കിലോ. അപ്പൊ ഇതെന്നാ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ 25 കിലോയുടെ പെല്ലറ്റ് പാക്കറ്റാക്കി വെക്കുവാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ തുറന്നിട്ട് പകുതി എടുത്തിട്ട് ഇങ്ങനെ തന്നെ വെക്കുന്നില്ല. നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടുണ്ട്. ഇതാ കവറുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കവറിൽ നിറച്ച് വെക്കുവാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡെറ്റോളിട്ട് കൈ തുടയ്ക്കണം. കൈയൊക്കെ തുടച്ചിട്ട് തന്നെ ചെയ്യണം. കാരണം നമ്മൾ പെല്ലറ്റ് നല്ല അണുയുക്തമാക്കിയ പെല്ലറ്റാണ്. അപ്പൊ അത് കയ്യിലൊന്നും വരാൻ പാടില്ല. ഏകദേശം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ 1 കിലോ ആയിട്ടുണ്ട്. 1 കിലോ പെല്ലറ്റ്. ഇതിപ്പോ നമ്മൾ 1 കിലോ പെല്ലറ്റ് തൂക്കി എടുത്താണ്. 1.75 ഉണ്ട്. അപ്പൊ 75 ഗ്രാം നമ്മുടെ പാത്രമുണ്ട്. അപ്പൊ ഇനി നമ്മൾ എപ്പോഴും തൂക്കണ്ട. ഈ പാത്രത്തിന് ഒരു അളവ് എടുത്തിട്ട് നമ്മൾ കൂടുതലേക്ക് ഇട്ടാൽ മതി. ഒന്ന് പിരിച്ചിട്ട് ആ താഴെ വെക്കാം. എന്നിട്ട് അടുത്ത കൂടെ എടുക്കാം. ഇനി നമ്മൾ ഈ പാത്രത്തിൽ ഇങ്ങനെ അളന്നെടുക്കുവാണ്. അളന്നെടുത്തിട്ട് അതെ നമ്മൾ അതിന് പെട്ടെന്ന് പാത്രം പൊളിക്കാതെ ഈ പെല്ലറ്റ് പല കമ്പനികളും ഒരുപാട് വില അധികം ഈടാക്കിയിട്ട് കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. കർഷകർ ഒരുപാട് തരത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. കേരളത്തിലാകെ 2-3 കമ്പനികളാണ് ആകെ പെല്ലറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് സ്വന്തം പെല്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ജോഷിൻ്റെ പെല്ലറ്റാണ്. ഇതിൽ ലേബലൊന്നും ഇല്ല. പക്ഷെ ഇവര് പലരും പല ചാക്കുകൾ എടുത്ത് അവരുടെ ലേബൽ അടിച്ചിട്ട് പല റേറ്റിലായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 10-14 TP കവറാണ്. നമുക്ക് സാധാരണ വേണ്ടത് 10-16 അറക്കപ്പൊടി അല്ലെങ്കിൽ വൈക്കോല് അണുവൃത്തമാക്കി എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ചാക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാക്കുന്നതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് തന്നെ നമ്മൾ വെള്ളം തീയൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഗ്യാസൊക്കെ ഒരുപാട് ചിലവാക്കുന്നത് നല്ല തിളച്ച് നല്ല തിളച്ച് ഇരിക്കുന്നുണ്ട്. ഇതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ തിളയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ പാക്കറ്റുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ 2 ദിവസം കൊണ്ടാണ് വെക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ പകുതി എടുത്ത് നമ്മൾ ഇതേപോലെ തന്നെ ചാക്കിലേക്ക് നമ്മൾ എടുത്ത ചാക്കിൻ്റെ ആ പ്ലാസ്റ്റിക് കളഞ്ഞിട്ട് അതിൽ പൊടി ഉണ്ടാവും. ആ പ്ലാസ്റ്റിക് കളഞ്ഞിട്ട് അതിലേക്ക് തന്നെ അടുക്കി വെക്കുവാണ്. ഇങ്ങനെ റവപാലം ചൂടണ്ട, നമ്മൾ ശരിക്കും ഒന്ന് കറക്കി എടുത്തിട്ട് കെട്ടി വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഈ പെല്ലറ്റ് ഉണ്ടാക്കുന്ന അറക്കപ്പൊടി കൊണ്ടാണ്. അത് സാധാരണ ഇതിൽ നമ്മൾ ഇത്രയും കാലം ഈ പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അടുപ്പിൽ തീ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റേ കൊമേഴ്സ്യലായിട്ടും അതുപോലെ ഹോട്ടലുകളിലും ഒക്കെ തീ കത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പെല്ലറ്റ്. അപ്പോൾ ആദ്യകാലത്ത് ഇത് പരീക്ഷണത്തിലൊക്കെ ഉപയോഗിച്ചത് തീ കത്തിക്കുന്ന പെല്ലറ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അതായത് അങ്ങനെ പെല്ലറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ തന്നെ നല്ല റബ്ബറിൻ്റെ മുണ്ടും ഉപയോഗിച്ച് ആണ് ഈ പെല്ലറ്റ് ഉണ്ടാക്കുന്നത്. ഇതിൽ ചേർക്കുന്ന കാര്യങ്ങൾ ഒന്ന് മറ്റേ കാപ്പിക്കുരുവിൻ്റെ തോട്, അതുപോലെ തന്നെ റൈസ് ബ്രാൻ അതായത് അതുപോലെ വൈക്കോല് പൊടിച്ച് കരിമ്പിൻ്റെ ചണ്ടി, അതുപോലെ ചോളത്തിൻ്റെ വേസ്റ്റ്. അപ്പോൾ അതുപോലെ ഇതിനെ സാധാരണ ഇതിൽ ചേർക്കുന്നത് പകുതികൾ എടുത്ത് വെക്കുവാണ്. ബാക്കി നമ്മളിന്ന് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യും. ഓക്കെ, ബാക്കി നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള പരിപാടികൾ നോക്കാം. ഓക്കെ, നമ്മുടെ പെല്ലറ്റ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഉപയോഗിക്കാനുള്ള പാത്രങ്ങൾ, വെള്ളം എടുക്കാനുള്ള പാത്രം. ഇതൊക്കെ നമ്മൾ ഡെറ്റോളിട്ട് ഒന്ന് തുടക്കണം. സാധാരണ പെട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതേ ശ്രദ്ധയോടെ. അതെ, ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളിത് കഴുകി മാറ്റി വെക്കണം. ഇതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും കാര്യത്തിനുണ്ട്. അപ്പൊ നമ്മള് 2 ഗ്ലൗസ് മേടിക്കണം. ചെറിയ കൈവര ഹാർഡ്വെയർസ് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. നമ്മൾ ഇന്ന് വേണ്ടത് ഇതിനകത്തേക്ക് 1.5 ലിറ്റർ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒഴിച്ചാൽ മതി. പക്ഷെ അത് നമ്മൾ ഒറ്റ അടിക്കാൻ ഒഴിക്കണം. അപ്പൊ അത് നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ പെല്ലറ്റ് ഇറക്കി വെക്കാം. ഇത് നമ്മുടെ ഈ ഫാനിനൊക്കെ ഉപയോഗിക്കുന്ന റിംഗ് ആണ്. ഫാനിലൊക്കെ വരുന്നത്
അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം മതി. കുറച്ച് എലാസ്റ്റിക്കത ഉള്ളതാണെങ്കിൽ കുറച്ച് വളഞ്ഞിരിക്കും. അപ്പോൾ ഈ കൂട് നമ്മളെ കൈ കൊണ്ട് പിടിക്കാതെ, അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും അത്. ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കാം. ഇപ്പോൾ കൂട് നല്ല സെറ്റായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് കൃത്യമായിട്ടൊരു പാത്രം, അളവ് പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അളവിൽ 1.5 ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാം. നല്ല വെട്ടി തളിച്ചോണ്ടിരിക്കുന്ന വെള്ളമാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. ഒരു 1.5 ലിറ്റർ കറക്റ്റില്ല, ഒരു 1,400 ഉള്ളൂ. ഇതാ കയ്യോറുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ചൂടുണ്ട്, നല്ല ചൂടുണ്ട് ഇതിന്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി വെക്കുവാണെങ്കിൽ നാളെ അത്ര എളുപ്പമാണ്, നല്ല എളുപ്പമാണ്. ഇതാ ഇപ്പം എല്ലാ ഭാഗത്തും വെള്ളത്തിൻ്റെ അംശം ചെന്നു. ഞാനിപ്പോൾ തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുവാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അടുത്തെടുത്ത് വെക്കുവാണ്. നമുക്ക് രണ്ടാമത്തെ എടുത്തു. അപ്പോൾ ഇതിങ്ങനെയൊക്കെ പിടിക്കുന്നതുകൊണ്ട് നമ്മളാണ് ഗ്ലൗസ് ഇട്ടേക്കുന്നത്. ഒറ്റ ഒഴിക്കൽ അങ്ങോട്ട് ഒഴിക്കുക കൃത്യമായിട്ട്. ഇതാ ഒഴിച്ച പാടെ ഇതുണ്ട് വെള്ളത്തിൻ്റെ അംശം പെട്ടെന്ന് വലിഞ്ഞ്. അപ്പോൾ ഏറ്റവും നല്ല പെല്ലറ്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെ സംഭവിക്കും. ആ വെള്ളം ഒരിക്കലും ഇതിനകത്ത് കിടക്കുകയല്ല. നമ്മൾ വെള്ളം ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ഇതാ നല്ല അടിപൊളി പൊടിയായി. അതായത് ഇപ്പോൾ ഇട്ട പെല്ലറ്റ് നല്ല പൊടിയായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഒറ്റ അടിക്ക് ഒഴിക്കണത്. ഇപ്പോൾ ഒറ്റ അടിക്ക് ഒഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ നോക്കാം നമുക്ക്. അതായത് നമ്മൾ മെല്ലെ ഒഴിക്കുവാണ്. മെല്ലെ ഒഴിച്ചു, വെള്ളം അവിടെ എത്തി. ഇപ്പം എന്താണ് ഒറ്റ അടിക്ക് ഒഴിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ നോക്കാം. ഇതാ നമ്മൾ ഒഴിച്ചു വെള്ളം. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത ബെഡ്. ഇതേപോലെ തന്നെ ഒഴിച്ചതാണ്. ആ ബെഡിൻ്റെ എല്ലായിടത്തും പറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്തുണ്ട്. ഇത് പെല്ലറ്റ് പെല്ലറ്റായിട്ട് തന്നെ കിടക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഒറ്റ അടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലുള്ള കുഴപ്പം. ഇത് ഇതേപോലെ കിടക്കും. ഇനിയിപ്പോൾ ഇതിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ ബാക്കിയുള്ളതൊന്ന് ഇടിച്ച് ഇതാക്കാം. ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഏതെങ്കിലും സൈഡ് ഭാഗത്താണ്. കാരണം ഈ 2 സൈഡുകളിലാണ് ഏറ്റവും കൂടുതൽ പെല്ലറ്റ് വരുന്നത്. അതുകൊണ്ട് ഈ സൈഡിലായിരിക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതായിട്ട് ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കൂടെ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഏകദേശം മനസ്സിലാവും എത്ര വെള്ളം വേണമെന്ന്. ആ വെള്ളം അങ്ങോട്ട് ഒറ്റ ഒഴിക്കുക. അതും നല്ല സ്പീഡിൽ തന്നെ ഒഴിക്കണം. ഇതാ ഇപ്പം ഏകദേശം വെള്ളമായി. ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും. അപ്പം ഇതാണ് ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇതാണ് ഇത് ഒന്നും കൂടെ അതേപോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നത് അല്ലേ. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആ സ്ഥലത്ത് ഇച്ചിരി മാറ്റം വന്നു. അപ്പോൾ അതുപോലെ അവിടുത്തെ കൂടെ കുറച്ചും കൂടെ നമ്മൾ താത്തിയിട്ടിട്ട് വെള്ളം ഒഴിച്ചു പോകാം. ഇതാ പെട്ടെന്ന് ഒഴിക്കണം. എന്തായാലും കളിച്ചോണ്ടേയിരിക്കണം വെള്ളമായിട്ട്. ഇതാ ഇപ്പം അല്ല സെറ്റായി. കുറച്ച് വെള്ളം അധികം ഉണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ രണ്ടാമത് ഒഴിച്ച വെള്ളം ഇച്ചിരി അധികമാണ്. അതാണ് ഇപ്പോൾ ഇതാ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആക്കി വെച്ചതുപോലെ നല്ല ചൂടാണ്. ഇത് ഒരു 2-3 മണിക്കൂറൊക്കെ ഇതാ ചൂട് നിലനിൽക്കും. അപ്പോൾ ഇതിന് നമുക്ക് എന്തായാലും ഗ്ലൗസ് വേണം. അതുപോലെ ഇതുപോലത്തെ ഒരു പാത്രം, പിന്നെ നമ്മൾ അളവ് പാത്രം, അതെ, ബാക്കി ഇത്രയും കാര്യങ്ങൾ മതി. അപ്പോൾ നമ്മൾ പെല്ലറ്റൊക്കെ മേടിച്ച് നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങുക. അപ്പോൾ ഇപ്പോൾ നാളെ വിത്ത് ഇതിനകത്ത് നാളെയാണ്. അപ്പോൾ ആ വീഡിയോ ഉണ്ടാകും. അതുപോലെ ഇതിൻ്റെ ഓരോ ദിവസത്തെ വളർച്ചയുടെ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആണ് ചിലപ്പോൾ പെൻഡിങ് വരും. എന്നാലും നമ്മൾ പരമാവധി നോക്കിയിട്ട് ഇടും. അപ്പോൾ റെഡി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം, അടുത്ത ദിവസം കാണാം. ഓക്കെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.